ഹലോ ഡിയേഴ്സ്, അബേലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രതീക്ഷിക്കാതെ ഒരു യാത്ര പോയിട്ട് വന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. പിറ്റേ ദിവസം വീട് വരെ പോകണം. അപ്പോൾ അതിനുമുമ്പ് തലേന്ന് രാത്രിയിൽ വീടൊക്കെ അടിച്ച് വാരിയിട്ട് പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതൊക്കെ കഴുകി വെച്ചു. കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചായിരുന്നു പിറ്റേ ദിവസം പോകുമ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. മാക്സിമം ഞങ്ങൾ പുറത്തുനിന്ന് വെള്ളം വാങ്ങാതെ നമുക്ക് വെള്ളം കുപ്പിയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതേ ചേട്ടൻ രാവിലെ തന്നെ പൂവൊക്കെ പറിച്ച് രൂപത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടേ. രാവിലെ ഞങ്ങളങ്ങനെ ഒരു 5:30 ആയപ്പം യാത്ര തിരിച്ചു കേട്ടോ. ഒരു 6 മണിക്കൂറെങ്കിലും നമുക്ക് ബസ്സിലൊക്കെ എടുക്കും കേട്ടോ. ചിലപ്പോൾ 6 മണിക്കൂറിൽ കൂടുതലടുത്തെങ്കിലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിലേക്കാണെങ്കിൽ നമുക്ക് അത്ര സമയം എടുക്കില്ല കേട്ടോ. പിന്നെ രാവിലെ ഇറങ്ങുന്നതാണ്, നമുക്ക് അധികം ബ്ലോക്കൊന്നും കിട്ടാത്ത കാരണം നമുക്ക് കുറച്ചുകൂടെയൊക്കെ നേരത്തെ നമുക്ക് വീട്ടിലൊക്കെ എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേ ഈ പള്ളിയാണ് ഞാൻ പോകുമ്പം വീട്ടിൽ പോകുമ്പം എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു പള്ളിയാണ്. നല്ല ഭംഗിയത് കാണാൻ കേട്ടോ. അപ്പോൾ നമ്മളിത് റാന്നി പത്തനംതിട്ട വഴിയാണ് നമ്മൾ പോവാറ് കേട്ടോ. അപ്പോൾ റാന്നി പത്തനംതിട്ട ആ ഒരു ഭാഗമൊക്കെ എത്തുമ്പോൾ നല്ലൊരു കാടാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ എത്തിയപ്പോഴേക്കും കുറച്ച് ഭാഗം എത്തിയപ്പോഴേക്കും ഇടയ്ക്ക് ഒരു മഴച്ചാറ്റലൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് യാത്രയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ ഫോറസ്റ്റ് സൈഡുമൊക്കെ ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാത്രിയിലേക്കാണെങ്കിൽ പേടി വരും കേട്ടോ, ഫോറസ്റ്റ് സൈഡായതുകൊണ്ട്. കുറച്ചിടം ഉണ്ട് കേട്ടോ ഇങ്ങനെ ഫോറസ്റ്റ് ഫാം മാത്രമായിട്ട്. നേരത്തെയൊക്കെ ഞങ്ങൾ മണ്ണർകാട് ടച്ച് ചെയ്ത് മണ്ണർകാട് പള്ളിയിലേക്ക് കയറി അങ്ങനെയൊക്കെയായിരുന്നു പോകാറ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കോട്ടയം സിറ്റി ടച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒന്നുകൂടി നല്ലത് ഈ റൂട്ടാണെന്ന് തോന്നി കേട്ടോ. അങ്ങനെ ഇപ്പോൾ കുറേ റൂട്ടുകൾ ഇങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ഫോറസ്റ്റൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം അഭിമോളും ചേട്ടൻ്റെ ഫോണൊക്കെ എടുത്ത് ആ ഫോറസ്റ്റ് സൈഡ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളത് ഒരു കടയൊക്കെ എത്തിയപ്പോഴേക്കും ഞങ്ങളൊരു ചായയും പഴംപൊരിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ അഭിമോക്കും അപ്പൂസിനും അമ്മയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞത് ഒരു ടൂർ പോലെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളത് വീണ്ടും ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. അപ്പോൾ അപ്പൂസ് രാവിലെ എണീറ്റപ്പം നല്ല ഉഷാറായിരുന്നു. ചേച്ചിയുടെ ഫ്രണ്ടിൽ ഇരിക്കുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഉറക്കം വന്നപ്പോൾ എൻ്റെ അടുത്തുകൊണ്ട് പുറകെ ബാക്കിലിരുത്തി കേട്ടോ. അപ്പോഴേക്കും അവനൊന്ന് ഛർദ്ദിച്ചു. പിന്നെ അവന് ചെറിയ ടെമ്പറേച്ചറൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അപ്പൂസും കൂടെ ഫ്രണ്ടിൽ ഇരുന്നു, അബീനെ ബാക്കിലേക്ക് ഇരുത്തി കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അബി ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ റീൽ ചെയ്യലോ എന്തൊക്കെയോ ചെയ്യണ്ട കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് തിരിച്ച് പപ്പേനും അമ്മേനും കൂട്ടി തിരിച്ച് ഞങ്ങൾ പോരുവാണ് കേട്ടോ. അപ്പോൾ ചേട്ടത് ഞാൻ എന്നും കല്യാണത്തിന് മുമ്പൊക്കെ ഞാൻ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളും ഈ കപ്പളയിൽ വരുമായിരുന്നു കേട്ടോ. നല്ലൊരു പവർഫുള്ളായിട്ടൊരു മാതാവിൻ്റെ ഒരു കപ്പേളയാണ് കേട്ടോ. യാക്കോബ് പള്ളിയുടെ കപ്പേളയാണേ. അപ്പോൾ അങ്ങനെ അവിടെ ചേട്ടൻ ഇറങ്ങി പൈസയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞങ്ങളിതേ അങ്ങനെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇതൊരു പഴയ വീഡിയോ ആണ്, എന്നാലും ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ്. പക്ഷേ എനിക്കിടാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.